ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരുടെയും ലഞ്ചൊക്കെ ആയോ? ഞാൻ എന്തായാലും ഇന്നൊരു 12 മണിയായിട്ടുണ്ടായിരുന്നേ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത്. ഇതൊരു സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതെന്തായാലും നന്നായിട്ടൊന്ന് പാത്രത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. ഈ ഒരു കറിവേപ്പിലേക്ക് ഇവിടുത്തെ ഒരു 2 ദർഹത്തോളം ഉണ്ട്. അതായത് നാട്ടിലത്തൊരു 40 രൂപയിൽ കൂടുതലുണ്ടാവും. കറിവേപ്പില മുഴുവനായിട്ടൊന്ന് കുതിർത്തിട്ട് അതൊരു കുപ്പിയിലിട്ട് വെക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം ഞാനതൊരു വീഡിയോയിൽ കണ്ടതാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കാലം നിൽക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നന്നായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ വലിയ കറിവേപ്പില മരമുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ലാവിഷായി കിട്ടുന്ന സാധനമാണ്. ഇവിടെ നിന്ന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും സാധാരണ എപ്പോഴും കറിവേപ്പില വാങ്ങിയാൽ പകുതി നശിച്ചു പോട്ടാ. ഇത് കുപ്പിയിലിട്ട് വെക്കുമ്പോൾ ഞാൻ എന്തായാലും കഴുകുന്നൊന്നുമില്ല. ഇത് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് കഴുകും. അല്ലെങ്കിൽ ഇതിന് നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ ഈ പ്രിങ്കിൾസിൻ്റെ കുപ്പിയിലാണ് ഇടുന്നത്. ഞാൻ കണ്ട വീഡിയോയിലും ഇതുപോലൊരു കുപ്പിയിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടി പ്രിങ്കിൾസിൻ്റെ കുപ്പിയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൽ തന്നെ ഇട്ടേക്കാം കറിവേപ്പിലാന്ന്. അങ്ങനെ അത് അതിലായി. ഇനി നെക്സ്റ്റ് പരിപാടി ചോറ് വെക്കലാണേ. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അതവിടെ തിളച്ചപ്പോൾ ഞാനതിലേക്ക് അരി കഴുകിയിട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചിന് നല്ല ക്രാബ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ഐറ്റമൊന്നും ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ക്രാബിലാണ് ഇന്ന് എൻ്റെ പണി മൊത്തം. നല്ല വലിയ ഞണ്ടായിരുന്നേ. നല്ല ഇറച്ചി ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത്. ഇതൊക്കെ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് ക്ലീൻ ചെയ്ത് വന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ക്ലീൻ ചെയ്യണം. അങ്ങനെ കാലും കൈയൊക്കെ മാറ്റിയിട്ടിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ. ഈ ഞണ്ട് കാണുമ്പോൾ വലിയ ഞണ്ട്, ഈ വലിയ ഞണ്ട് കാണുന്ന സമയത്ത് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് അച്ഛൻ രാത്രി വരുന്ന സമയത്ത് ഇതുപോലെ വലിയ ഞണ്ടും കൊണ്ടുവരുമായിരുന്നേ. അമ്മ അത് അപ്പം തന്നെ ഉണ്ടാക്കി തരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മക്ക് അതൊന്നൊരു പാടല്ലായിരുന്നു. അമ്മ അപ്പം തന്നെ ഉണ്ടാക്കി തരും. എല്ലാ പണിയും കഴിഞ്ഞിട്ടിരിക്കുകയായിരിക്കും. എന്നാലും ഒരു മടിയും കൂടാണ്ട് നല്ല സൂപ്പറായിട്ട് എല്ലാം ഉണ്ടാക്കി തരുവേ. അപ്പോൾ ഞാനെന്തായാലും ഈ സാധനം അങ്ങ് വൃത്തിയാക്കട്ടെ. വീട്ടിൽ അമ്മയ്ക്ക് ഈ ഞണ്ട് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ചിരട്ടയൊക്കെ എടുക്കുക. ആ ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ കാലിൻ്റെ ഈ കൂർത്ത ഭാഗയില്ല അതൊക്കെ ആ ചിരട്ടേൻ്റെ മേളിൽ വെച്ച് അടിച്ച് തെറിപ്പിച്ച് കളയും. ഇപ്പം എന്തായാലും എനിക്ക് ചിരട്ടയൊന്നുമില്ല. ഞാൻ ഈ സാധനത്തിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ അതൊക്കെ പോക്കുന്നുണ്ട്. ഞാനൊരു വലിയ ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെയാണ് ഞണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഉള്ളിയൊക്കെ ഇവിടെ സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ചോറ് വെക്കാറ്. അപ്പോൾ 2 ആൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ പാത്രത്തിൽ എന്തിനാ ചോറ് വെക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ചോറൊക്കെ വാർത്തതിന് ശേഷം ഞാൻ എൻ്റെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി അരിയാൻ പോയേ. നാട്ടിലാകുമ്പോൾ കഞ്ഞിക്കലത്തിൻ്റെ മേലെയല്ലേ ചോറ് വറുക്കുക. ഇവിടെ എനിക്ക് കഞ്ഞിക്കലമൊന്നുമില്ല. ഞാൻ വേറൊരു സാധനത്തിൻ്റെ മേലെയാണ് ചോറ് വറുക്കാറ്. റേറ്റ് കുറഞ്ഞ സമയത്ത് കുറച്ചധികം തക്കാളി മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ തക്കാളി ആണെങ്കിൽ ആപ്പിൾ പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടാകുകയില്ല. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെയാണ്. ഇവിടെ ഇപ്പോൾ ഉച്ചയായി എന്നിട്ടും വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഉണ്ട്. ഇനി എന്തായാലും ആ ക്രാബ് അങ്ങ് ഉണ്ടാക്കല്ലേ. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാനതിൽ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ഇനി ഈ ഉലുവ ചട്ടിയിലിട്ടാൽ അധികം പെട്ടെന്നൊന്നും പൊട്ടിക്കിട്ടില്ലേ. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കടുകും ഉലുവയൊക്കെ പെട്ടെന്ന് പൊട്ടും. പക്ഷേ ഈ ചട്ടിയിലാണെങ്കിൽ ഈ കടുകിനൊക്കെ പൊട്ടാനൊരു പാടാണ്. അപ്പോൾ ഞാനിതിൽ കടുക് ഇട്ടിട്ടില്ല, എന്നാലും പറഞ്ഞതാണ്. അപ്പോൾ ഉലുവ, പച്ചമുളക്, പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ ചതച്ച് വെച്ച സാധനങ്ങളില്ലേ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണേ. പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് നന്നായിട്ടങ്ങ് വാട്ടിയെടുക്കുക. ഈ ഉള്ളിയൊക്കെ നന്നായി വാടിയതിന് ശേഷമാണ് തക്കാളി ഇടുന്നത്. അപ്പം നല്ലോണം വാടണം. നല്ലോണം വാടിയിട്ടുണ്ടാക്കുന്നതും വാടാണ്ടുണ്ടാക്കുന്നതൊക്കെ 2 ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഞാനെന്തായാലും നല്ല അടച്ച് വെച്ച് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ അതിൽ പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ഇടുന്നത്. ഇതൊന്നും അധികം ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ നേരത്തെ. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ വാട്ടിയെടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറും വരെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് എന്തിടുന്നുണ്ട്, നമ്മുടെ പെരുംജീരകയില്ലേ, പെരുംജീരകം പൊടിച്ച് വെച്ചതും കൂടി ഇടുന്നുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, പെരുംജീരകം ഇടുന്നതൊക്കെ. അപ്പോൾ സാധാരണ ഞാൻ അധികം പെരുംജീരകമൊന്നും ഇടാറില്ല ഒന്നിലും. പക്ഷേ ഇതിലെന്തോ പെരുംജീരകം ഇട്ടപ്പോൾ എനിക്കെന്തോ ഒരു ടേസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് നമ്മുടെ ക്രാബാണ്. ക്രാബ് ഞാൻ ഈ ക്രാബ് ഇട്ടാരാണ് മനസ്സിലാക്കിയത്, ഞാൻ എടുത്ത ചട്ടി ചെറുതായിപ്പോയി. ഏതായാലും ഇതിനേക്കാളും ഒരു വലിയ സൈസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇതായിപ്പോയി എടുത്തത്. ഇനിയിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് സമയത്ത് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് എന്തായിരുന്നത്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി അത് കുറച്ച് നല്ലോണം ഇട്ടോ. ഈ ക്രാബിനൊക്കെ നല്ല എരിവുണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കുരുമുളകൊക്കെ ഇട്ട് നമ്മുടെ ക്രാബ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ചോറ് തിന്നാൽ മതി. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പച്ചക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ക്രാബ് മാത്രം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഒരു പച്ചക്കറിയും കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ഇറച്ചിയുള്ള ക്രാബായിരുന്നേ. അപ്പോൾ ഞാൻ എല്ലാപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.